ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന് എന്താണ് ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന്. വേറൊന്നുമല്ല, കോളിഫ്ലവർ കൊണ്ട് ചില്ലി ഗോബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് എന്താവുമെന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ അതിൻ്റെ വേംസൊക്കെ പോകാൻ വേണ്ടി ഇട്ട് വെച്ചേക്കുവാണ്. നമുക്കതിനെ ആദ്യം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു മുട്ടയും കുറച്ച് കോൺഫ്ലവറും കളർ പൊടിയും ആഡ് ചെയ്ത് അതിനൊന്ന് മാരിനേറ്റ് ചെയ്തു. ഇനി കുറച്ച് നേരം അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ചില്ലി ഗോബിക്ക് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. നമുക്കപ്പോൾ സെയിം ചട്ടി വിത്ത് ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കോളിഫ്ലവറിനെ നമ്മൾ സാധാരണ ക്യാപ്സിക്കം ആഡ് ചെയ്യും. അപ്പോൾ ക്യാപ്സിക്കം ഇപ്പോൾ ഇല്ല, തൽക്കാലം ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് കളർ പൊടി വേണമെങ്കിൽ നമുക്ക് കലക്കി ഒഴിക്കാവുന്നതാണ്. ഇനി നമ്മുടെ കോളിഫ്ലവർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ഗോബി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, അപ്പം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.